KNM വിഭാഗമൊക്കെ പറയണത് എന്താണ്? നിങ്ങൾ ഇസ്ലാമിൽ തന്നെ ഇല്ലാതാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെക്കുറിച്ച് വഹാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ എത്രയോ ചെറുതാണ്. ഒറിജിനൽ വഹാബിയേക്കാൾ കടുത്ത വഹാബിയാണ് പേരോട്. ഒന്നാലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, എപ്പുറത്തുള്ള സമസ്തക്കാർ. ഞാനൊരു സമസ്തക്കാരനാണ്. ഇതുവരെ ആരെങ്കിലും സമസ്തയുടെ ആരെങ്കിലും അങ്ങനെ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഈ സമസ്തക്കുള്ളിൽ ഫിത്ന ഉണ്ടാക്കി നടക്കുന്നതിനിടയിൽ ചുറ്റുപാടും എന്താണെന്നൊന്നും അന്വേഷിക്കാത്തതുകൊണ്ട് നിനക്കൊന്നും അറിഞ്ഞിട്ടില്ല. സ്റ്റേജുകളും പേജുകളായ പേജുകളും സമസ്തക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊന്നും ഈ ഷജറക്കുറ്റി അറിഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തക്കാർ പല ഗ്രൂപ്പുകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് EK സമസ്തക്കാരാണ്. ആ EK സമസ്തക്കാരിൽ ഇന്ന് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്ന രൂപത്തിൽ തന്നെ അതിശക്തമായ ഭിന്നിപ്പും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ EK സമസ്തയിൽ ഉണ്ടാകാൻ പ്രധാന കാരണക്കാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടാകും അത് ഷജറകളാണ്. സകല ഫിത്നയും അവരാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്കുകളായി പ്രവർത്തിക്കുന്ന ഇന്ന് EK സമസ്തക്കുള്ളിൽ സകല ഫിത്നയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് സൈബർ പോരാളികളുണ്ട്. അവരുടെ കൂട്ടത്തിൽ കേമനായി നിൽക്കുന്ന ഒരു മുസ്ലിയാരുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കരമായ ബേജാറ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അസുന്നികളായ വഹാബി മൗദൂദി പോലെയുള്ള ആളുകൾക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല, അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു സംസാരം നടത്തിയത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ല നടത്തിയ സംസാരവുമായി എടുത്തു വെച്ചുകൊണ്ട് ഷജറക്കുറ്റിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ബേജാറ് നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ പേരോടിനൊപ്പം മറ്റേ വിഭാഗം പറയുന്നത് എന്താണെന്നറിയോ? ഒറിജിനൽ വഹാബിയേക്കാൾ കടുത്ത വഹാബിയാണ് പേരോട് എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പുറത്തുള്ള സമസ്തക്കാര് എന്താ പറയുന്നത്? ഒറിജിനൽ വഹാബിയേക്കാൾ കടുത്ത വഹാബിയാണ് പേരോട്. ഒന്നാലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, എപ്പുറത്തുള്ള സമസ്തക്കാർ. ഞാനൊരു സമസ്തക്കാരനാണ്. ഇതുവരെ ആരെങ്കിലും സമസ്തയുടെ ആരെങ്കിലും അങ്ങനെ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. താൻ സമസ്തക്കുള്ളിൽ സകല കുത്തുതിരിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നതെന്ന് കേൾക്കാത്തതിന്റെ പ്രശ്നമാണ്. സമസ്ത കൂടാരത്തിൽ 900 ഗ്രൂപ്പുകളുണ്ട്, അല്ലാതെ APEK മാത്രമല്ല. ഈ 900 ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന വിഭാഗം. അവരാണ് സമസ്തയുടെ കാരണവന്മാർ പറഞ്ഞു വെച്ച ആദർശം അതേപടി അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വിഭാഗം. സകല ശിർക്കും കുഫറും കലർന്ന വിശ്വാസം അവരിലാണ് പൂർണ്ണമായും ഇന്ന് നിലനിൽക്കുന്നത്. ബാക്കിയൊക്കെ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പല വാദങ്ങളും പഴയതല്ല പറയുന്നത്, പുതിയ പുതിയ വാദങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഷജറക്കുറ്റി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സമസ്തയിലെ ഒരു വിഭാഗമായ കുരുവട്ടൂരികളാണ് ആദ്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ വഹാബികൾ എന്ന് വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഉപയോഗപ്പെടുത്തുക ചെയ്യാന്നുള്ള അള്ളാഹ്ക്ക് ഉണ്ടാവുള്ളൂ. മറ്റത് അള്ളാഹ് കൊടുത്തതാണ്. ഒന്ന് ദാത്തിയാണ്, ഒന്ന് അത്വായിയാണ്. ഇതല്ലേ നെല്ലിക്കുത്ത് ഉസ്താദ് മുദബ്ബിറിന്റെ അവിടെ പറഞ്ഞെന്ന് നിങ്ങൾക്ക്. എന്നിട്ട് അത് ബോധമല്ലാതെ ഈ പേരോട് എന്ന് പറയുന്ന പുതിയ വഹാബി വന്നിട്ട് തൗഹീദ് മാറ്റിമറിച്ച് AP സമസ്തന്റെ മുഴുവൻ തൗഹീദും അടിമുടി മാറ്റിയിട്ട് ഇപ്പം നിങ്ങൾ സലഫിനോട് പറഞ്ഞു കൊടുക്കുന്നത് അത് രണ്ടും അർത്ഥത്തിനാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ബാധകല്ലേ? ഇത് മശായിഖന്മാരുടെ മതത്തോടുകൂടി സമൂഹത്തിന്റെ മുന്നിൽ കുബൂരിസം പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്ന ഉഷാദ് കുരുവട്ടൂരിയുടെ പുതിയ സംസാരമാണ്. അതിൽ പോലും പറയുന്നത് എന്താണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വഹാബിയാണ് എന്നാണ്. ആധുനിക വഹാബി എന്നൊക്കെയാണ് ഇവന്റെ വാദം. ഒറിജിനൽ വഹാബികളെക്കാൾ കടുത്ത വഹാബിയാണ് എന്നാണ് വാദം. അപ്പോൾ ആരാണ് പറയുന്നത് മനസ്സിലായില്ലേ? അത് പറയാൻ വേണ്ടി കാരണം എന്താണ്? സമസ്തയിലുള്ള ശിർക്കും കുഫറും കലർന്ന പല വാദങ്ങളും മാറ്റിമറിച്ച് അതൊക്കെ വേറൊരു രൂപത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ പറയുന്നതൊക്കെ തെറ്റായ വാദങ്ങളാണ് എന്ന രീതിയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള പല മുസ്ലിയാക്കന്മാരും ഇന്ന് രംഗത്ത് വന്നുകൊണ്ട് പലതും പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പച്ച വഹാബിയാണ് എന്ന് ഈ കുരുവട്ടൂർ ഷെയ്ഖന്മാർ പറഞ്ഞത്. ഇത് കേവലം കുരുവട്ടൂർ ഷെയ്ഖിന്റെ മാത്രം പ്രശ്നമല്ല. ഷജറക്കുറ്റി മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് കേവലം ഈ കുരുവട്ടൂർ കുബൂരികൾ മാത്രമല്ല പറഞ്ഞത്. AP കുബൂരികളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു മുസ്ലിയാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്ര വലിയ തെണ്ടി ദുനിയാവിൽ ആരാണ്? കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മുദീഷിങ്ങനെ വിളിക്കുന്നിടത്ത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വാങ്ങണ്ടേ? ഒരു പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂലേ? കുത്തുബിയത്തിന് മാത്രമാണോ? അപ്പൊ ഇപ്പൊ പച്ച വഹാബിയാണവൻ. അതാണ് ഈ പറയുന്നത്. ഭാര്യയോട് ചായ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ കഴിവൊന്നുമില്ല. ഭാര്യ അള്ളാഹിന്റെ കഴിവ് കൊണ്ടല്ല സ്വന്തം ചെയ്യോ? ഡോക്ടറെ പോയിട്ട് ഡോക്ടറെ എനിക്ക് സുഖമില്ല, എന്തെങ്കിലും മരുന്നേരില്ല, രോഗം മാറ്റി തരും എന്ന് അറിയുമ്പോന്നില്ല. അള്ളാഹുവിന്റെ കഴിവില്ല. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ വാങ്ങൂടി ഇന്ത്യ എത്തിക്കാറുണ്ടാറ്. അങ്ങനെ എന്തായാലും ഒരു പീടിയെ പോയിട്ട് അള്ളാഹുവിന്റെ കൈ കൊണ്ട് ചായ കണ്ട് കാട്ടിക്കാം, അള്ളാഹുവിന്റെ കൈ കൊണ്ട് 10 കിലോ ഇറച്ചി തൂക്കിക്കാം.
പോവാ അവിടുന്ന് കാര്യം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം തന്നെ അതല്ലേ, ഓരോ സ്ഥലത്തും ഇങ്ങനെ പറയണപ്പോ അത് മുസ്ലിം അല്ലേ ഇത് ചെയ്യുന്നത്. അള്ളാഹിന്റെതാണ് വിശ്വസാണ് അവിടെ തെണ്ടി മുസ്ലിം കയറുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും അല്ലാഹുവിന്റെ കഴിവുണ്ട്, അല്ലാഹുവിന്റെ കഴിവുണ്ട് അറിയണോ? ജീരാന്തങ്ങൾ വിളിക്കുമ്പോ മാത്രം എനിക്ക് ആ പ്രശ്നം. വഹാബിയാണ് അവൻ മൂലേര്, അച്ഛാ വഹാബിയാണെന്നാ പറഞ്ഞത്. സമസ്ത AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ കാലമത്രയും പറഞ്ഞു വെച്ച പല വാദങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള പല മുസ്ലിയാക്കന്മാരെ രംഗത്ത് വന്നുകൊണ്ട് പുതിയ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിച്ച് പഴയ വാദങ്ങളൊക്കെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ പച്ച വഹാബിയാണ് എന്നാണ് ആര് പറയുന്നത്? സ്വപ്നജീവി പറയുന്നത്. അതേ കാര്യം തന്നെയാണ് ആര് പറഞ്ഞത്? കുരുവട്ടൂർ ഷെയ്ഖും പറഞ്ഞത്. ഇതൊക്കെ AP കൂടാരത്തിലുള്ളതും AP കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയവരും ഒക്കെ തന്നെയാണല്ലോ, അല്ലാതെ വേറെ നിന്ന് വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ലല്ലോ. ഇവരുടെയൊക്കെ പാരമ്പര്യം എവിടെയാണ്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള നിങ്ങളുടെ വലിയ നേതാക്കന്മാർ തന്നെയാണ് ഇവരുടെയൊക്കെ നേതാക്കന്മാർ. ഇവരൊക്കെ മതമാണെന്ന രീതിയിൽ പഠിച്ചു വെച്ചതും സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്നതുമായ പല കാര്യങ്ങളും എവിടുന്നെങ്കിലും പഠിച്ചു വെച്ചതൊന്നും അല്ലല്ലോ. കാന്തപുരം അടക്കമുള്ള നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന് തന്നെയാണല്ലോ അവർ മതമായി പഠിച്ചതൊക്കെ ഇവരിൽ നിന്നാണ്. EKAP സമസ്തക്കാരുടെയൊക്കെ വലിയ നേതാക്കന്മാരായ പല മരിച്ചുപോയ മഹാന്മാരാണെന്നൊക്കെ നിങ്ങൾ വാഴ്ത്തപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെയാണല്ലോ. നിങ്ങളുടെ കാക്ക കാരണവന്മാരായ നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ ഹോജരാജാക്കന്മാരായി വാഴ്ത്തപ്പെടുന്ന ഔലിയാക്കളായി വാഴ്ത്തപ്പെടുന്ന ഔലിയാക്കളെ മുഷാവറയിലെ പ്രധാനികളായി ഒക്കെ വാഴ്ത്തപ്പെടുന്ന പല ആളുകളും നിങ്ങളുടെ ലേഖനത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും ദറസിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ പഠിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും അതൊക്കെ തെറ്റാണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പുതിയ അപ്ഡേഷൻ വന്നതോടുകൂടിയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പച്ച വഹാബിയായി ഇവരൊക്കെ ചിത്രീകരിച്ച് രംഗത്ത് വരാൻ കാരണം. അങ്ങനെ വിളിച്ചില്ല, അതൊക്കെ വെറുതെ ആരോപണമാണ് എന്നൊക്കെ പറഞ്ഞ് തടിയൂര ശജറക്കുറ്റി, നീ ആദ്യം പോയി ഇതൊക്കെ ഒന്ന് കേൾക്ക്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള ആളുകൾ സമൂഹത്തിന് മുന്നിൽ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. സമസ്തക്കുള്ളിൽ സകല ഫിത്നയും ഫസാദും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്നതിനിടയിൽ ഇങ്ങനെ ചുറ്റുപാടും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിനക്കൊക്കെ ഇതൊക്കെ ബോധ്യപ്പെടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. സംഘടനാപരമായിട്ട് നമുക്കൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് സുന്നികളുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾ സുന്നികളൊക്കെ ഒറ്റക്കെട്ടാണ് എന്നാണ്. ഒരിക്കലും ഇയാൾ പറഞ്ഞതുപോലെയുള്ള കളവ്, പച്ചക്കളവ് കർണാടകയിൽ പോയിട്ട് പറയുമ്പോൾ ഇയാളെ വിചാരം കേരളത്തിലുള്ള ആളുകൾ ഇതൊന്നും അറിയില്ല എന്നാണ്. നീ ഇതൊന്നും അറിഞ്ഞില്ല, ഇത് കളവ് പറഞ്ഞതല്ല. നീ കേരളത്തിലെ ആളുകളൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ പച്ച മലയാളത്തിൽ തന്നെയാണ് സ്റ്റേജുകളിലും പേജുകളിലും മുസ്ലിയാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എഴുതിയും പറഞ്ഞും ഛർദിച്ചും ഒക്കെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സംസാരമൊക്കെ നടത്തുന്നത്.